മലയാളികൾക്ക് ഒരു കാലത്ത് ഏറെ പ്രിയപ്പെട്ട ജോഡികളായിരുന്നു ഉർവശിയും മനോജ് കെ ജയനും. ഇരുവരും വിവാഹബന്ധം വേർപ്പെടുത്തിയെങ്കിലും മകൾ കുഞ്ഞാറ്റ രണ്ടുപേരുമായി വലിയ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വിവാഹമോചനത്തിന് ശേഷം മനോജ് കെ ജയനും ഉർവശിയും വേറെ വിവാഹം കഴിച്ചിരുന്നു. ഇരുവരും സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ് നയിക്കുന്നത്. വിവാഹമോചനത്തിന് ശേഷം മനോജ് കെ ജയൻ ആശയെ വിവാഹം കഴിച്ചു. ഇവർക്ക് ഈ വിവാഹത്തിൽ ഒരു മകനുണ്ട്. അച്ഛൻ മനോജുമായി ഭാര്യ ആശയുമായി കുഞ്ഞാറ്റയ്ക്ക് അടുത്ത ബന്ധമാണുള്ളത്. ആശയെ തേജലക്ഷ്മി എന്ന കുഞ്ഞാറ്റ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പോഴിതാ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് കുഞ്ഞാറ്റ പങ്കുവച്ച സ്റ്റോറിയാണ് വൈറലാകുന്നത്. പിറന്നാൾ ആശംസകൾ അമ്മ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതിരുകളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള കഴിവ്, അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഉമ്മ ഒത്തിരി സ്നേഹം എന്നാണ് കുഞ്ഞാറ്റ പങ്കുവച്ചത്. അടുത്ത ഒരു സ്റ്റോറിയിൽ മുത്തശ്ശൻ്റെ ബെസ്റ്റിയെ ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നു എന്നും കുഞ്ഞാറ്റ കുറിച്ചിരിക്കുന്നു. ആ സ്റ്റോറിയിൽ മനോജ് കെ ജയനും കുടുംബവും അച്ഛനുമൊക്കെ ഒപ്പമുള്ള ചിത്രം കുഞ്ഞാറ്റ പങ്കുവച്ചിട്ടുണ്ട്. അടുത്തിടെയാണ് മനോജ് കെ ജയൻ്റെ അച്ഛൻ ഗായകൻ കെ ജി ജയൻ മരിച്ചത്. ദുഃഖം സഹിക്കാനാവാതെ മനോജ് കെ ജയൻ്റെ ഭാര്യ ആശ പൊട്ടിക്കരഞ്ഞത് വലിയ വാർത്തയായിരുന്നു. വലിയ പരിഹാസമാണ് ആശയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വന്നത്. മരണവാർത്തയറിഞ്ഞ് ഓടിയെത്തിയ ആശ തളർന്നു വീണ് കരയുകയായിരുന്നു. തനിക്ക് ഇനി അച്ഛനില്ലല്ലോ എന്നെല്ലാം പറഞ്ഞായിരുന്നു ആശ കരഞ്ഞത്. മനോജ് കെ ജയനും കുഞ്ഞാറ്റയുമെല്ലാം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ആശയ്ക്ക് സങ്കടം തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയ്ക്ക് താഴെയാണ് പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകൾ വന്നത്. ഈ സംഭവത്തിൽ പിന്നീട് മനോജ് കെ ജയൻ തന്നെ മറുപടി പറയുകയും ചെയ്തിരുന്നു. 15-ാം വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആശയ്ക്ക് തൻ്റെ അച്ഛൻ അതിലേറെയായിരുന്നു. അവളുടെ കളിതമാശകളും പരിചരണവും സ്നേഹപൂർണ്ണമായ ശാസനകളുമാണ് അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരണം. അതൊരിക്കലും ഏതാനും വാക്കുകൾ കൊണ്ട് ഫലിപ്പിക്കാനാവുന്നതല്ല എന്നാണ് മനോജ് കെ ജയൻ പറഞ്ഞത്.